ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. വോട്ടെടുപ്പ് രാവിലെ ആരംഭിക്കും. വോട്ടെണ്ണൽ വൈകിട്ട്. വ്യവസായ രംഗത്ത് കേരളം മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉച്ചയ്ക്ക്. ഏഷ്യാകപ്പ് ട്വന്റി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് അബുദാബിയിൽ രാത്രി 8-ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. രാവിലെ 10-ന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 5 വരെ തുടരും. ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണിത്. എൻഡിഎ സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര ഗവർണർ സി.പി. രാധാകൃഷ്ണനാണ്. ഐഎൻഡിഎ ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥി മുൻ സുപ്രീംകോടതി ജഡ്ജി ബി. സുദർശൻ റെഡ്ഡിയും. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും 781 എംപിമാരടങ്ങുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 391 വോട്ട് നേടുന്നയാൾ വിജയിക്കും. രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. വൈകിട്ട് 6-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. സി.പി. രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം രാജ്യവ്യാപകമായ താൽപര്യം വളർത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാധാകൃഷ്ണൻ മികച്ച ഉപരാഷ്ട്രപതിയായി മാറുമെന്നും അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകളും ബുദ്ധിശക്തിയും പദവിക്ക് അലങ്കാരമായി മാറുമെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി. പ്രളയബാധിതമായ ഹിമാചൽ പ്രദേശും പഞ്ചാബും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെത്തുന്ന പ്രധാനമന്ത്രി ഉന്നതതല അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ഹിമാചൽ പ്രദേശിലെ വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ ബാധിത മേഖലയിൽ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണവും നടത്തും. ജെറുസലേമിൽ സിവിലിയന്മാർക്കെതിരെയുണ്ടായ ഹീനമായ ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശിതമായി അപലപിച്ചു. ഏതുതരം ഭീകരവാദത്തെയും ഇന്ത്യ അംഗീകരിക്കില്ലെന്നും ഭീകരതയ്ക്ക് നേരെ സഹിഷ്ണുത പുലർത്തില്ലെന്നും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ജിഎസ്ടി പരിഷ്കരണം നടപ്പിലാകാൻ ഇനി 2 ആഴ്ചയിൽ താഴെ മാത്രം സമയം. ഗവൺമെന്റിന്റെ പൌരകേന്ദ്രീകൃതമായ ജിഎസ്ടി പരിഷ്കരണം നിത്യോപയോഗ സാധനങ്ങളുടെയും അവശ്യ വസ്തുക്കളുടെയും വില ഗണ്യമായി കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. ഹെയർ ഓയിൽ, ഷാംപൂ, ഷേവിംഗ് ക്രീം, ടൂത്ത് പേസ്റ്റ്, ടാൽക്കം പൌഡർ എന്നിവയ്ക്ക് ജിഎസ്ടി 5% കുറച്ചത് സാധാരണക്കാർക്ക് ആശ്വാസമായി മാറും. കോസ്മെറ്റിക് മേഖലയുടെ വികസനത്തിനും നടപടി വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അസാധ്യമെന്ന് കരുതിയ വികസനമാണ് സംസ്ഥാനത്ത് എൽഡിഎഫ് ഗവൺമെന്റ് നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായം തുടങ്ങാൻ അനുയോജ്യമായ നാടായി കേരളം മാറിയെന്നും ഈ രംഗത്ത് വളരെ മുന്നേറാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കേരളത്തിന്റെ നേട്ടങ്ങളെ താഴ്ത്തിക്കാണിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജ് ആന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്ര മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്. സാംസ്കാരിക ഘോഷയാത്ര 4 മണിക്ക് വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 60ഓളം ഫ്ളോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഹരിതചട്ടം പാലിച്ചുകൊണ്ടാകും ഫ്ളോട്ടുകൾ അണിനിരക്കുക. വാദ്യോപകരണമായ കൊമ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന് കൈമാറിക്കൊണ്ട് സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിക്കും. 91 ദൃശ്യശ്രവ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഒത്തുചേരും. ഇന്നുച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് പ്രത്യേകം സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ തിരുവനന്തപുരം നഗരത്തിലെ സിബിഎസ്ഇ, ഐസിഎസ്ഇ സ്കൂളുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. നഗരത്തിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കും. ഇടുക്കി ജില്ലയിലെ ഓണം ടൂറിസം വാരാഘോഷം ഓണവില്ല് 2025 ഇന്ന് സമാപിക്കും. ഉച്ചകഴിഞ്ഞ് ചെറുതോണിയിൽ നിന്ന് സമാപന ഘോഷയാത്ര ആരംഭിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മലപ്പുറത്തെ ഓണാഘോഷങ്ങളും ഇന്ന് സമാപിക്കും. വൈകിട്ട് കോട്ടക്കുന്നിൽ സംഗീത പരിപാടിയോടെയാണ് ആഘോഷങ്ങളുടെ സമാപനം. കണ്ണൂർ ടൌൺ സ്ക്വയറിലെ ഓണാഘോഷ പരിപാടികളും വൈകിട്ട് സമാപിക്കും. ഇന്ന് കേരള മഹിളാ സമിതിയുടെ കലാരൂപങ്ങളും ഡാൻസ് നൈറ്റും മ്യൂസിക്കൽ ഷോയും ഉണ്ടായിരിക്കും. പുലികളിയോടെ
തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് ഇന്നലെ സമാപനമായി. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുലികളിയിൽ 9 ദേശങ്ങളിലെ സംഘങ്ങളാണ് സ്വരാജ് റൌണ്ടിൽ അണിനിരുന്നത്. കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൌനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഇത്തരം ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അധ്യാപക നിയമനത്തിൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ടെറ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി വിധിയിൽ സംസ്ഥാന ഗവൺമെന്റ് പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സർവീസിലിരിക്കുന്ന അധ്യാപകർക്കും വിധി ബാധകമാക്കിയത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അധ്യാപകരുടെ പ്രമോഷന് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിയതും 2 വർഷത്തിനകം യോഗ്യത നേടാനായില്ലെങ്കിൽ നിർബന്ധിത വിരമിക്കലിന് വിധേയരാകേണ്ടി വരുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ശിവൻകുട്ടി വിലയിരുത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇതുവരെ 5 പേർ മരിക്കുകയും 14 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. 2 പേർക്ക് കിണർവെള്ളത്തിൽ നിന്നാണ് രോഗബാധയുണ്ടായത്. പൊതുജലാശയങ്ങളും വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളും ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് 25ഓളം പേർ അമീബിക് രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് 1:30 മന്ത്രി വീണ ജോർജ് ജലമേള ഉദ്ഘാടനം ചെയ്യും. എ, ബി ബാച്ചുകളിലായി 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. മത്സര വള്ളംകളിയിൽ 50 പള്ളിയോടങ്ങളും പങ്കുചേരും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ. രാവിലെ 9-ന് പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ ദീപം ഘോഷയാത്രയായി സത്രം പവലിയനിലെത്തിക്കും. തുടർന്ന് 10-ന് പത്തനംതിട്ട കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 1-ന് പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലെത്തി പൂമാലയും ചന്ദനവും സ്വീകരിച്ച ശേഷം ഫിനിഷിംഗ് പോയിന്റായ സത്രക്കടവിൽ അണിനിരക്കും. പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും 1:30-ന് ജലഘോഷയാത്ര മന്ത്രി വീണ ജോർജും ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. 3-ന് ആരംഭിക്കുന്ന മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ജയസൂര്യ പാഞ്ചജന്യം 2025 സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കും. 22 എവർ റോളിംഗ് ട്രോഫികളാണ് വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തുന്ന പള്ളിയോടങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. വള്ളംകളിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകൾക്കും അങ്കണവാടി, പ്രൊഫഷണൽ കോളേജ് എന്നിവയടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഏഷ്യാകപ്പ് ട്വന്റി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് അബുദാബിയിൽ ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് ഷെയ്ഖ് സയ്യിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുൾപ്പെടെ 8 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. ഹോങ്കോങ് ഓപ്പൺ 2025 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ ടീമിനെ ഒളിമ്പിക് ജേതാവ് പി വി സിന്ധു നയിക്കും. ഓണക്കാലത്ത് 3 കോടിയിലേറെ രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് കണ്ണൂർ ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ. ഭക്ഷ്യോൽപ്പന്നങ്ങളും പച്ചക്കറികളും പൂക്കളും വിറ്റഴിച്ചതിലൂടെ 3,12,00,000 രൂപയുടെ വരുമാനമാണ് ജില്ലയിലെ കുടുംബശ്രീ നേടിയത്. ജില്ലാതലത്തിലും CDS തലത്തിലും നടത്തിയ ഓണച്ചന്തകൾ, ഓണശ്രീ വിപണന മേളകൾ, പൂക്കൾ വിതരണം ചെയ്ത നിറപ്പൊലിമ, കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച ഓണക്കനി എന്നിവയിലൂടെയാണ് കുടുംബശ്രീ ഇത്രയും വരുമാനമുണ്ടാക്കിയത്. ജില്ലയിലെ 81 CDSകളിലായി 162 വിപണന മേളകളാണ് സംഘടിപ്പിച്ചത്. ആകെ 3,334 സൂക്ഷ്മ സംരംഭകരും 2003 JLGകളുമാണ് വിപണന മേളകളിൽ പങ്കാളികളായത്. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ അടുത്ത മാസം 4-ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കും. ഈ മാസം 20 വരെ പരാതികൾ നൽകാം. സംസ്ഥാനത്ത് കാലവർഷം വരും ദിവസങ്ങളിൽ വീണ്ടും സജീവമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തീരമേഖലയിൽ മീൻപിടുത്തക്കാർക്ക് പ്രത്യേക മുന്നറിയിപ്പൊന്നുമില്ല. നന്മ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ 5ാമത് KS കോയ പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരൻ മുച്ചുകുന്ന് പത്മനാഭന് സമ്മാനിച്ചു. 10,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പെരിന്തൽമണ്ണ നിലമ്പൂർ റോഡിലെ പട്ടിക്കാട് റെയിൽവേ ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മുതൽ നാളെ രാത്രി 10 വരെ അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ട്രാക്കിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും.
ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. വോട്ടെടുപ്പ് രാവിലെ ആരംഭിക്കും. വോട്ടെണ്ണൽ വൈകിട്ട്. വ്യവസായ രംഗത്ത് കേരളം മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉച്ചയ്ക്ക്. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് അബുദാബിയിൽ രാത്രി 8-ന് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.